തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സമഗ്ര മാറ്റത്തിനൊരുങ്ങി കായംകുളം താലൂക്ക് ആശുപത്രി. 5 നിലകളിലായി പുതിയ കെട്ടിടം ഒരുക്കും. ചെലവിടുന്നത് 45 കോടി രൂപ. തെന്മലയിൽ ആറ്റുമീനുകളുടെ ചാകര. പരപ്പാർ ഡാമിലൂടെ ഒഴുകിയെത്തുന്നത് നിരവധി മീനുകൾ. ഇടുക്കിയിലെ ടൂറിസം മേഖലയിൽ പുത്തൻ ഉണർവ്. ബോട്ടിംഗിനായി കൂടുതൽ പേർ എത്തി തുടങ്ങി. മലമ്പുഴ ഉദ്യാനം സന്ദർശകർക്കായി തുറന്നു. പ്രവേശനം രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ. ശോഭനം പദ്ധതിക്ക് കീഴിൽ ആറ്റിങ്ങൽ മൃഗാശുപത്രിയും. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം. പോളിക്ലിനിക്കായി ഉയർത്തുമെന്ന് നഗരസഭാ അധികൃതർ. രാജ്യത്തെ ആദ്യ വാട്ടർ ടാക്സി ആലപ്പുഴയിൽ സർവീസ് തുടങ്ങി. സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിർമ്മിക്കുന്ന 4 വാട്ടർ ടാക്സികളിൽ ആദ്യത്തേതാണ് സർവീസ് ആരംഭിച്ചത്. പൊതുജലഗതാഗത സംവിധാനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ഇടങ്ങളിലാണ് ജലഗതാഗത വകുപ്പ് വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത്. പൊതുജനങ്ങൾക്കിടയിലും വിനോദസഞ്ചാര മേഖലയിലും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പദ്ധതി. രാജ്യത്ത് തന്നെ ആദ്യമായാണ് വാട്ടർ ടാക്സി എന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് സംസ്ഥാന ജലഗതാഗത വകുപ്പ്. കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും വാട്ടർ ടാക്സിയുടെ സേവനം പ്രയോജനപ്പെടുത്താം. മണിക്കൂറിൽ 15 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഈ ബോട്ടിൽ ഒരേ സമയം 10 പേർക്ക് യാത്ര ചെയ്യാം. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്തുന്നതിനും അതുപോലെ ഈ നമ്മുടെ ഭംഗിയുള്ള നമ്മുടെ നാട് കാണാൻ വരുന്നവർക്ക് ടൂറിസത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും മാതൃകാപരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു വാട്ടർ ടാക്സിയാണ്. കാറ്റാമറൈൻ രീതിയിൽ 70 ലക്ഷത്തോളം രൂപ ചെലവിലാണ് വാട്ടർ ടാക്സിയുടെ നിർമ്മാണം. സംഘമായും വ്യക്തിഗതമായും ടാക്സികൾ ബുക്ക് ചെയ്യാം. മണിക്കൂറിൽ 1500 രൂപയാണ് ബോട്ടിന്റെ നിരക്ക്. യാത്ര ചെയ്യുന്ന സമയത്തെ ചാർജ് മാത്രമാകും ഈടാക്കുക. ടാക്സികൾ ലഭിക്കുന്നതിനായി പ്രത്യേകം മൊബൈൽ നമ്പർ ഉടൻ പ്രസിദ്ധപ്പെടുത്തും. എറണാകുളത്ത് അടുത്ത മാസം മുതൽ വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കും. കൂടാതെ മറ്റ് 2 കൂടി വാട്ടർ ടാക്സികൾ ഉടൻ നീറ്റിലിറക്കും. ന്യൂസ് 18 ആലപ്പുഴ. വിനോദസഞ്ചാര ഭൂപടത്തിൽ ബ്ലൂ ഫ്ലാഗ് പട്ടികയിൽ ഇടം നേടിയ കോഴിക്കോട് കാപ്പാട് ബീച്ച് സന്ദർശകർക്കായി അണിഞ്ഞൊരുങ്ങുന്നു. കോവിഡ് നിയന്ത്രണത്തിന് ഇളവ് ലഭിക്കുന്നതോടെ മുഖം മാറിയ ബീച്ചിലേക്കാകും സന്ദർശകരെത്തുക. ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണം അവസാന ഘട്ടത്തിലാണ്. മുപ്പത്തിമൂന്ന് ബ്ലൂ ഫ്ലാഗ് മാനദണ്ഡങ്ങൾ കടന്നാണ് കാപ്പാട് ബീച്ച് അന്താരാഷ്ട്ര പട്ടികയിൽ ഇടം നേടിയത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ കേരളത്തിലെ ഏക ബീച്ചായിരിക്കുന്നു കാപ്പാട്. ബീച്ചിലെ സൗന്ദര്യവൽക്കരണം അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര സർക്കാർ ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന് 8 കോടി രൂപയാണ് അനുവദിച്ചത്. സഞ്ചാരികളുടെ സുരക്ഷ, പാർക്കുകൾ, കടൽവെള്ളത്തിൽ ഇറങ്ങി വരുന്നവർക്ക് കുളിക്കാൻ ശുദ്ധജലം, മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഉയർന്ന നിലവാരമുള്ള ടോയ്ലറ്റുകൾ, ഇതൊക്കെയാണ് കേരളത്തിലെ മറ്റുള്ള ബീച്ചുകളിൽ നിന്ന് കാപ്പാടിനെ വ്യത്യസ്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ബീച്ചായി മാറുകയാണ്. പരിസ്ഥിതി സൗഹൃദമായ, പൊല്യൂഷൻ തീരെയില്ലാതെ ഏറ്റവും നല്ല വാട്ടർ ക്വാളിറ്റിയുള്ള ഒരു ബീച്ചായിട്ടാണ് ഈ കാപ്പാട് ബീച്ച് മാറാൻ പോകുന്നത്. ദിനവും കാപ്പാട് ബീച്ച് പരിപാലനത്തിന് 30-ലധികം തൊഴിലാളികളുണ്ട്. ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള ഫൗണ്ടേഷൻ ഓഫ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷനാണ് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകിയത്. കാപ്പാട് ഉൾപ്പെടെ രാജ്യത്തെ 8 ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചു. കാപ്പാട് ബീച്ചിനെ വാസ്കോഡഗാമയുടെ സന്ദർശനവുമായി കൂട്ടിവായിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ബഹുമതി കൂടി കാപ്പാട് ബീച്ചിന് ലഭിച്ചിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗിൽ ലോകത്തിന്റെ നെറുകയിലാണ് ഈ കോഴിക്കോടൻ ബീച്ച്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുകയാണ് ഇടുക്കി ജലാശയത്തിലെ ബോട്ട് സവാരി. വനം വകുപ്പിന്റെ കൊലുമ്പൻ എന്ന ബോട്ടാണ് സഞ്ചാരികളുമായി ജലാശയത്തിൽ സവാരി നടത്തുന്നത്. കോവിഡ് വ്യാപനം ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയെ കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ വിനോദസഞ്ചാര മേഖലയും സജീവമാക്കുകയാണ്. ഇടുക്കി ജലാശയത്തിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോട്ടിംഗും സജീവമായി. ദിവസവും 50ഓളം പേർ എത്തുന്നുണ്ട്. നേരത്തെ 20 പേർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇപ്പോൾ 10 പേർ മാത്രമാണ് സവാരി നടത്തുന്നത്. അരമണിക്കൂറിനായി 145 രൂപയാണ് വനംവകുപ്പ് ഈടാക്കുന്നത്.
ബോട്ട് യാത്ര വീണ്ടും ആസ്വദിക്കാനായതിൽ സന്തോഷമെന്ന് സന്ദർശകർ പറയുന്നു. ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇടുക്കി ഡാമിൻ്റെ അകത്ത് ബോട്ടിംഗ് നടത്താൻ പറ്റിയത്. പ്രാവശ്യം ഇടുക്കി ഡാമിൻ്റെ അകത്ത് ഡാമിൻ്റെ മുകളിൽ കൂടെ പോയെങ്കിലും ഇപ്പോഴാണ് ആദ്യമായിട്ട് ബോട്ടിംഗ് നടത്താൻ പറ്റിയത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വനപാലകർ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിലും അതുപോലെ തന്നെ ഇവിടെയും വളരെ നല്ല അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സുന്ദരമായ ദൃശ്യങ്ങളാണ്. 2 ഡാമുകളും നന്നായിട്ട് കാണാൻ പറ്റി. വളരെ അടുത്ത് ചേർന്ന് കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു. മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ബോട്ട് സവാരി. ബോട്ടിംഗ് കോവിഡിനോടനുബന്ധിച്ച് നിർത്തിവെച്ചത് ഓണത്തിൻ്റെ തലയാഴ്ചയിലാണ് പുനരാരംഭിച്ചത്. സന്ദർശകരുടെ ഒരുവിധം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലഡ് 2018 ഉണ്ടായ ആ വാട്ടർ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പം യാത്രയ്ക്കിടയിൽ ആന, മ്ലാവ്, കേഴ അങ്ങനെയുള്ള ആനിമൽസിനെ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. സന്ദർശകർ നന്നായിട്ട് കയറി വരുന്നു. ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ കൂടുതൽ സഞ്ചാരികൾ വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. കോവിഡ് മാനദണ്ഡങ്ങൾ കണക്കിലെടുത്ത് 1 മണിക്കൂറിൽ 75 പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. 6 മാസത്തിന് ശേഷം മലമ്പുഴ ഉദ്യാനം തുറന്നപ്പോൾ വളരെ കുറച്ചുപേർ മാത്രമാണ് ആദ്യ ദിവസം എത്തിയത്. വരുന്നവർ കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. സന്ദർശകരെ ഉദ്യാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തെർമൽ സ്കാനർ ഉപയോഗിച്ച് താപനില പരിശോധിക്കും. 1 മണിക്കൂർ മാത്രമേ ഉദ്യാനത്തിൽ നിൽക്കാൻ കഴിയൂ. 1 മണിക്കൂറേക്ക് 75 പേര് ഗാർഡൻ്റെ ഉള്ളിൽ ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ ഒരു നേരം 75 പേരെ ഉള്ളിലേക്ക് കടത്തിവിട്ട് അതിനുശേഷം അവരെ 1 മണിക്കൂറിന് ശേഷം അടുത്ത ആൾക്കാരെ ഉള്ളിലേക്ക് കടത്തിവിട്ടുള്ളൂ. അതിനുള്ളിൽ ഈ ആൾക്കാരെല്ലാം പോയിരിക്കും. ഉദ്യാനവും ഏറെ സുന്ദരമായിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പൂക്കൾ സന്ദർശകരെ ആകർഷിക്കും. ഏറെ നാളിന് ശേഷം ഉദ്യാനത്തിൽ കയറാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം സന്ദർശകരും പങ്കുവച്ചു. അടച്ചിട്ടിരുന്നതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വളരെ ക്ലീൻ, നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയുണ്ട്. വളരെ പറ്റിയ അന്തരീക്ഷം. വരും ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. തെന്മല ഡാം കവലയിൽ ആറ്റുമീനുകളുടെ ചാകര. ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തിയതോടെയാണ് ഡാമിലുണ്ടായിരുന്ന വലിയ മീനുകൾ കൂട്ടത്തോടെ കല്ലടയാറ്റിലേക്ക് എത്തിയത്. തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം ഷട്ടറുകൾ വീണ്ടും ഉയർത്തിയിരുന്നു. ഷട്ടറുകളുടെ വിടവിലൂടെ ഡാമിലുണ്ടായിരുന്ന കൂറ്റൻ മീനുകൾ കല്ലടയാറ്റിലേക്ക് എത്തിത്തുടങ്ങി. വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന മീനുകൾക്ക് ക്ഷതമേൽക്കുന്നത് പതിവാണ്. അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. ഒഴുകിവരുന്ന മീനുകളെ തെന്മല കുളത്തൂപ്പുഴ പാതയിലെ പാലത്തിൽ നിന്ന് 30 അടി താഴ്ചയിലേക്ക് ചാടി പിടിക്കുന്നതാണ് യുവാക്കളുടെ പ്രധാന ജോലി. തെന്മല ഡാമിലെ ഷട്ടറുകൾ തുറക്കുമ്പോൾ എല്ലാ വർഷവും ഷട്ടർ തുറക്കുമ്പോൾ വലിയ വലിയ മീനുകൾ ചാടും. അതായത് 10 കിലോ മുതൽ 20 കിലോ വരെയുള്ള മീനുകൾ ചാടും. ഇവിടെ മീൻ ചാടുമ്പോൾ നമ്മൾ ഈ കരയിൽ നിന്ന് ചാടി മീനെ പോയി നീന്തിയെടുത്ത് കരയെ കൊണ്ട് കൊടുക്കും. അത് ഞങ്ങൾക്ക് ഒരു നല്ല ഒരു വരുമാന മാർഗ്ഗമാണ്. ഈ മീൻ കരയെ കൊണ്ട് വരുമ്പോൾ തന്നെ ഒരു മീൻ നമുക്ക് 2000 രൂപ, 1500 രൂപ, 1000 രൂപയൊക്കെ കിട്ടും. ഇങ്ങനെ ലഭിക്കുന്ന മീനുകൾ അവിടെ തന്നെ വിലപേശി വിൽക്കുന്നത് പതിവാണ്. എല്ലാ വർഷവും ഡാം തുറക്കുമ്പോൾ യുവാക്കൾക്ക് ഇതാണ് ഹോബി. 10 കിലോ മുതൽ 35 കിലോ വരെ തൂക്കമുള്ളവയാണ് മീനുകൾ. ന്യൂസ് 18 തെന്മല. കോവിഡ് കാലത്ത് കൂടെ കൂട്ടിയ പ്രിയപ്പെട്ട തത്ത നഷ്ടപ്പെട്ട സങ്കടത്തിൽ കഴിയുന്ന 2 സഹോദരങ്ങളുണ്ട് കോഴിക്കോട്. പൊറ്റമ്മൽ കാട്ടുകുളങ്ങരയിലെ ജിനാനും ഇനാനയും. 4 മാസം മുൻപ് കുഞ്ഞായിരിക്കുമ്പോൾ വാങ്ങിയ സൺകാനിയർ ഇനത്തിൽപ്പെട്ട തത്തയാണ് എങ്ങോ പറന്നുപോയത്. തത്തയെ കണ്ടെത്താൻ പത്രപരസ്യം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരാൾ വന്ന് കഴിഞ്ഞാൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അതന്നെ ഒച്ചുണ്ടാക്കി കൊടുക്കും. ബെല്ലിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ ഭയങ്കര നല്ല ഒച്ച ഉണ്ടാക്കും. നല്ല രസം. നമ്മളെ മേത്ത് തന്നെ ഉണ്ടാവുക. കൂടിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മേത്തേ ഉണ്ടാവും. നമ്മള് ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് കൂടെ പറന്ന് കളിക്കലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഗേറ്റിന്റെ അവിടെ നിൽക്കൂ. പിന്നെ തുറന്നാ മതി, പിന്നെ അങ്ങോട്ടേക്ക് വരും. ഇല്ല, ഇത് വേണം. നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് അധികം കൂടുതൽ അതിന് ഇടരുത്. കൂട്ടിലിട്ടാണ് ഒച്ച ഉണ്ടാക്കൂ. പിന്നെ നമ്മൾ തുറന്നിടൂ. അധികം പുറത്താണ്ടാവാം. പിന്നെ കുറച്ച് തന്നെ കൂട്ടിലിടൂ നമ്മൾ തിരക്കിലൊക്കെ ആകുമ്പോൾ. സ്വരൂപ് നിവേദ്യക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കൂണുകളിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് എടപ്പാൾ വേങ്ങിനിക്കര സ്വദേശി കൃഷ്ണൻകുട്ടി. വേറിട്ട ചിത്രരചനാ ശൈലിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി ആരാധകരുണ്ട്.
മരത്തിലും തൊടികളിലും കണ്ടുവരുന്ന കൂണുകളിലാണ് കൃഷ്ണൻകുട്ടിയുടെ ചിത്രരചന. ഏകാഗ്രതയും ശ്രദ്ധയും ആവശ്യമായ ജോലി. കൂണുകളിൽ വിവിധ കലാരൂപങ്ങളും നിരവധി വ്യക്തികളുടെ ചിത്രങ്ങളും ഈ കലാകാരൻ വരച്ചു ചേർത്തിട്ടുണ്ട്. വ്യത്യസ്തത ആഗ്രഹിച്ചു തുടങ്ങിയ ചിത്രരചനാ സൃഷ്ടികൾ സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവച്ചതോടെ കൃഷ്ണൻകുട്ടിയും കൂൺ ചിത്രങ്ങളും പ്രശസ്തമായി. വരയ്ക്കുന്നത് നല്ലൊരു താല്പര്യമുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ അങ്ങനെ ബാലമംഗലത്തും ബാലരമണൊക്കെ കണ്ടിട്ടുള്ള ആ പിക്ചറുകളൊക്കെ ഇങ്ങനെ വരച്ചു തുടങ്ങി. പിന്നെ വര ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിപ്പോയി. പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഈ മഷ്റൂം ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത് വളരെ കട്ടിയുള്ള സാധനമാണ്. പിന്നെ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇതിനെ ഒന്ന് കഴുകി ചുടുവെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൃമികളൊക്കെ ചത്തും. അങ്ങനത് ഒരുപാട് കാലം നമുക്ക് ഷോക്കേസിൽ വെക്കാനും അത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൽ വരച്ചത് തരുമോ. ഞാൻ പല ആൾക്കാർക്കും ഈ ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. പേപ്പറിലും ചുവരിലും ക്യാൻവാസിലും ചിത്രരചനകൾ കണ്ടുശീലിച്ച നാട്ടുകാർക്ക് മുൻപിലാണ് കൃഷ്ണൻകുട്ടിയുടെ ഈ വ്യത്യസ്ത പരീക്ഷണം. ന്യൂസ് 18 എടപ്പാൾ. കൊച്ചിക്കാര്യം. കൊച്ചിയിലെത്തിയാൽ ഇനി കുതിര സവാരിയും നടത്തി മടങ്ങാം. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കുതിരയോട്ടം പഠിപ്പിക്കുകയാണ് കൊച്ചിയിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ്. കുട്ടിക്കാലം മുതൽ കേട്ട കഥകളിലെ വീരകഥാപാത്രങ്ങൾ, സിനിമകളിൽ കുതിരപ്പുറത്ത് വരുന്ന നായിക നായകന്മാർ, കുതിരയോടുള്ള മലയാളിയുടെ കമ്പം കഥകളിൽ ഒതുങ്ങില്ല. കുതിര സവാരിയും കൊതിക്കുന്നവരേറെ. അങ്ങനെയുള്ളവർക്ക് കുതിരയെ പരിപാലിക്കുന്നത് മുതൽ കുതിരയോട്ടം വരെ പഠിപ്പിക്കാൻ കൊച്ചി പറവൂരിലെ വിന്റേജ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ് റെഡി. ചെറുപ്പം മുതൽ തന്നെ കുതിരനെ തമിഴ്നാടൊക്കെ പോകുമ്പോൾ കണ്ട് അങ്ങനെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങി വന്ന്. ആദ്യം ഞാനൊരു ചെറിയ കുതിരനെ വാങ്ങി. അതിനുശേഷമാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ കത്തിയാവരി ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി. അതിനുശേഷം തെറോബ്രീഡ് ഇനത്തിൽപ്പെട്ട കുതിരനെ വാങ്ങി. അങ്ങനെയാണ് എന്നോടുള്ള ഭ്രമം മൂത്തിട്ട് ഇങ്ങനെ റൈഡിംഗ് ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി 30 ദിവസത്തെ ക്ലാസുകൾ. ആൺകുട്ടികളും പെൺകുട്ടികളും കുതിര സവാരി പഠിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. സിനിമയിലും കാർട്ടൂണുകളിലുമൊക്കെ കണ്ടാണ് പലർക്കും കുതിരയോടുള്ള കമ്പം തുടങ്ങിയത്. ഈ റൗണ്ടിൽ ഞങ്ങളെ നടത്തിച്ചു. അത് കഴിഞ്ഞ് ത്രോട്ട് നെക്സ്റ്റ് സ്പീഡ് എടുത്തു. അങ്ങനെ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല കോൺഫിഡൻസ്. നല്ലൊരു ഏരിയയാണിത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ യൂട്യൂബിൽ കുറെ പേരും കുറെ കുതിരയൊക്കെ ഓടിക്കണം കണ്ടപ്പോൾ എനിക്ക് പണ്ട് കുഞ്ഞിലെ മുതൽ ക്രേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ചേർന്നതാണ്. വിവിധ ഇനങ്ങളിലായി 10ഓളം കുതിരകളാണ് ഇവിടെയുള്ളത്. കൊച്ചിയിലെ ഈ പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിയാൽ കുതിര സവാരി നല്ല അസാധ്യമായി പഠിച്ചു മടങ്ങാം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത VG, ന്യൂസ് 18. കാർഷിക കേരളം. തേഞ്ഞിപ്പലത്ത് വീട്ടുവളപ്പിൽ കരനെൽ കൃഷിയിറക്കി 100 മേനി വിളവ് നേടിയിരിക്കുകയാണ് അധ്യാപകനായ കുത്തിരേരിൽ മനോജ്. 20 സെന്റിലായിരുന്നു കൃഷി. 5 മാസം മുമ്പാണ് അധ്യാപകനായ മനോജ് വീട്ടുവളപ്പിൽ കൃഷി ഇറക്കിയത്. 20 സെന്റ് സ്ഥലത്ത് ഉമനെല്ലാണ് വിതച്ചത്. 100 മേനി വിളവ് ലഭിച്ചു. ഒരു നെൽകൃഷിയുടെ പാഠങ്ങൾ പ്രാഥമികമായി ഒരു പഠനം നടത്താൻ എനിക്ക് സാധിച്ചു. ഞാറിൻ്റെ രൂപത്തിലുള്ള ഒരു പച്ചപ്പ് വളർന്നു വരുമ്പോൾ തന്നെ അതൊരു കൗതുകമാണ്, ഒരു ആഹ്ലാദവുമാണ് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് പിന്നെ വീടിന് മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു പൂന്തോട്ടത്തിന് പകരം ഇത്തരത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ ആർക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും നെൽകൃഷി സാധ്യമാവുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പരിമിതമായ സ്ഥലത്ത് നടത്തിയ കൃഷി വിജയമായത് കൂടുതൽ പേർക്ക് പ്രോത്സാഹനമായി. ചേലേമ്പ്ര, തേഞ്ഞിപ്പാലം മേഖലകളിൽ 250 വീടുകളിൽ മേൽക്കൂര പച്ചക്കറി കൃഷി നടത്തുവാനും ജൈവ പച്ചക്കറി വിപണനത്തിന് ബയോസ്റ്റോർ തുടങ്ങുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തേഞ്ഞിപ്പാലം. സംയോജിത കൃഷി രീതിയിലൂടെ കാർഷിക മേഖലയിൽ സ്വന്തം ഇടം കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബ് പ്രവർത്തകർ. കൃഷി തന്നെ ജീവിതമാക്കുകയാണ് ഈ യുവാക്കൾ. പയ്യന്നൂർ ബ്രദർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടം യുവാക്കളാണ്
കാർഷിക മേഖലയിൽ വിപ്ലവം തീർക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യം വളർത്തൽ എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത കൃഷിരീതിയാണ് ഇവരുടേത്. ലോക്ക്ഡൌണിനെ തുടർന്ന് ചിലർക്ക് തൊഴിൽ നഷ്ടമായി. മറ്റു ചിലർ വീട്ടിൽ നിന്ന് തന്നെ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചു. കാർഷിക സംരംഭങ്ങളെക്കുറിച്ച് ഇതോടെയാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. ആദ്യം 1.5 ഏക്കറിൽ തുടങ്ങിയ നെൽകൃഷി പിന്നീട് 2.5 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു. ഒപ്പം പോത്ത് വളർത്തലും മുട്ടക്കോഴി വളർത്തലും മത്സ്യകൃഷിയും ആരംഭിച്ചു. നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ ക്ലബ്ബിലെ അംഗങ്ങളും പലരും പണിയൊന്നുമില്ലാതെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ പോത്ത്, മത്സ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആലോചിച്ചത്. ആദ്യം അങ്ങനെ നമ്മളെ ക്ലബ്ബാംഗങ്ങൾ തന്നെ മുൻകൈയെടുത്ത് മത്സ്യത്തിന് വേണ്ടുന്ന കുഴി ഞങ്ങൾ തന്നെ തയ്യാറാക്കുകയും അതിൽ തിലോപ്പിയ, ആസാം വാള അങ്ങനെയുള്ള 2 മത്സ്യങ്ങളാണ് ഞങ്ങളിട്ടത്. ഏകദേശം 300ഓളം മത്സ്യങ്ങൾ അതിലുണ്ട്. അതിനുശേഷമാണ് പോത്ത് വളർത്തൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോവുകയും 2 പോത്തിനെ ആദ്യം വാങ്ങി അത് കുറച്ച് വലുതായതിനു ശേഷമാണ് അതിനുശേഷം 5 പോത്തുകൾ കൂടി വാങ്ങിയത്. സ്വന്തമായി നിർമ്മിച്ച കുളങ്ങളിലാണ് മത്സ്യകൃഷി. തിലോപ്പിയ, ആസാം വാള എന്നിവയാണ് വളർത്തുന്നത്. നിലവിൽ 7 പോത്തുകളുണ്ട്. 50 കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ചെറിയ രീതിയിലാണ് കോഴി വളർത്തൽ തുടങ്ങിയത്. ഇത് വിപുലീകരിക്കുന്നതിനോടൊപ്പം പശുക്കളെയും ആടുകളെയും വളർത്താനും പദ്ധതിയുണ്ട്. 3 അംഗങ്ങൾ വീതമുള്ള സ്ക്വാഡുകളായാണ് ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി. ന്യൂസ് 18 പയ്യന്നൂർ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കായംകുളം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് വഴിയൊരുങ്ങുന്നു. 45.7 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി ലഭ്യമാകുന്നത്. 17 ചെറിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് 5 നിലകളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 150 കിടക്കകളോടുകൂടിയ IP സംവിധാനങ്ങളും 16 പേവാർഡുകളും മേജർ ഔട്ട്പേഷ്യന്റ് വിഭാഗവും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. ലബോറട്ടറി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, സെമിനാർ ഹാൾ എന്നിവയും ഉണ്ടാകും. കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, പവർ ലോണ്ടറി, ഡയാലിസിസ് യൂണിറ്റ്, തീവ്രപരിചരണ വിഭാഗങ്ങൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം, എക്സ്റേ യൂണിറ്റ്, പേവാർഡ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള 17 ചെറിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിക്ക് 45 കോടി രൂപയുടെ കിഫ്ബിയുടെ അനുമതി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള കൂടുതൽ രോഗികൾ വരുന്ന കായംകുളം താലൂക്ക് ആശുപത്രി ഒരു വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. രോഗി സൗഹൃദമാകാൻ പോവുകയാണ്. ന്യൂസ് 18 കായംകുളം. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിന് തുടങ്ങിയിരിക്കുകയാണ്. സന്നിധാനത്താണ് നറുക്കെടുപ്പ് നടക്കുന്നത്. നവംബറിൽ തുടങ്ങുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവകാലം മുതൽ 1 വർഷത്തേക്കാണ് മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നത്. ചടങ്ങുകളാണ് കാണുന്നത്. ക്രമ നമ്പർ 2 ശ്രീ VK ജയരാജ് പൂജ്. ക്രമ നമ്പർ 3 ശ്രീ TK ശ്രീധരൻ നമ്പൂരി. ക്രമ നമ്പർ 4 ശ്രീ ശങ്കരനാരായണ പ്രമോദ്. ക്രമ നമ്പർ 5 ജയരാമൻ. ക്രമ നമ്പർ 6 എഴുകാട് കൃഷ്ണൻ നമ്പർ. ക്രമ നമ്പർ 7 ഹരികുമാർ എസ്. ക്രമ നമ്പർ 8 രജികുമാർ എന്ന.
ക്രമ നമ്പർ 9 MD വേണുനമ്പർ. മേൽശാന്തി. ബ്ലാങ്ക് ഓൺ. ബ്ലാങ്ക് 2. ബ്ലാങ്ക് 3. ബ്ലാങ്ക് 4. ബ്ലാങ്ക് 5. ബ്ലാങ്ക് 6. ബ്ലാങ്ക് 7. ബ്ലാങ്ക് 8. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നടക്കുന്നത്. സന്നിധാനത്താണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ആരെല്ലാമാണെന്ന് അല്പസമയത്തിന് അകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. ശബരിമലയിൽ മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുകയാണ്. ക്രമ നമ്പർ 4 ശങ്കരനാരായണ പ്രമോദ് TN. ബ്ലാങ്ക്. ക്രമ നമ്പർ 1 N വാസുദേവ ഭട്ടതിരി.
ബ്ലാങ്ക്. ടി കെ ശ്രീധരൻ നമ്പൂതിരി, ക്രമ നമ്പർ 3. ബ്ലാങ്ക്. സന്നിധാനത്ത് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ്. ആരെല്ലാമാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നതിന്റെ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. നമസ്കാരം.